വ്യൂവേഴ്സിന് നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ. നമ്മളൊക്കെ എപ്പോഴും സാധാരണ പിസ്സ ബൈഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീട്ടിലെങ്ങനെ നമുക്ക് പിസ്സ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതും പ്രത്യേകിച്ച് ഇന്ന് ചിക്കൻ ടിക്ക പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം പിസ്സയ്ക്കുള്ള തണ്ടൂരി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 2 ചിക്കൻ ബ്രസ്റ്റ് 1 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത്, 3 ടേബിൾ സ്പൂൺ യോഗട്ട്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ തണ്ടൂരി മസാല, 1 പിടി മല്ലിയില അരിഞ്ഞത്, 1 ലെമൺ, ഉപ്പ് ആവശ്യത്തിന്. ചിക്കനും ലെമണും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ലെമൺ ജ്യൂസ് അതിലേക്ക് സ്ക്യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയത്തിനുള്ളിൽ നമുക്ക് പിസ്സ ഡോ, പിസ്സ സോസ് എന്നിവ നമുക്ക് തയ്യാറാക്കാം. പിസ്സ ഡോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കിലോ മൈദ, 600 ml വാട്ടർ, 50 ml ഒലിവ് ഓയിൽ, 25 ഗ്രാം ഷുഗർ, 15 ഗ്രാം സോൾട്ട്, 5 ഗ്രാം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്, 2 പിഞ്ച് ഒറിഗനോ. ഒരു ക്ലീൻ ടേബിളിലേക്ക് മൈദ ഇടുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു വെൽ പോലെ ഒരു സ്പേസ് ഉണ്ടാക്കുക. എന്നിട്ട് അവിടേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വാട്ടർ ഒഴിക്കുക. വാട്ടർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒഴിച്ച് മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് സാവധാനം നമുക്ക് ആ വാട്ടറിലേക്ക് സൈഡിലുള്ള മൈദ ഇങ്ങനെ ഗ്രാജുവലി നമുക്ക് മിക്സ് ചെയ്ത് അത് മുഴുവൻ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതൊരു ലൂസായിട്ടുള്ളൊരു ഡോ ആണ്. നമുക്കത് പിന്നീട് നമ്മൾ കൈവച്ച് നീഡ് ചെയ്ത് അത് കുറച്ചുകൂടി തിക്കായി വരും. അത് ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒലിവ് ഓയിലിൽ പകുതി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈവച്ച് നീഡ് ചെയ്ത് നല്ല ഡോ ഉണ്ടാക്കുക. ഡോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഒരു ബൗളിനകത്തേക്ക് വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന ഒലിവ് ഓയിൽ നമുക്ക് മുകളിലൊന്ന് കൈകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു ഹാഫ് ആൻ അവർ. ഈ സമയത്ത് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. പിസ്സ സോസിനുള്ള ഇൻഗ്രീഡിയൻസ്: 8 മീഡിയം സൈസ് ടൊമാറ്റോ വെൽ റൈപ്ഡ്, പകുതി സവോള ഫൈൻ ചോപ്ഡ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഫൈനലി ചോപ്ഡ്, 1 ടീസ്പൂൺ ഡ്രൈ ബേസിൽ, 4 ബേ ലീഫ്, 50 ഗ്രാം ഷുഗർ, ഉപ്പ് ആവശ്യത്തിന്, ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വിനിഗർ. സോസ് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായി നമുക്ക് ടൊമാറ്റോ ബ്ലാഞ്ച് ചെയ്യാം. തക്കാളിയുടെ മൂട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നൈഫ് വെച്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇടുക. എന്നിട്ട് നമ്മളൊരു അല്പസമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 10 സെക്കൻഡോളം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടാമത് ഈ ടൊമാറ്റോ ഇട്ട ഉടനെ തന്നെ ഈ വെള്ളം രണ്ടാമത് തിളച്ച് വരുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ച അപ്പം തന്നെ നമ്മൾ ടൊമാറ്റോ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് നമ്മൾ വെള്ളം കളയുക. എന്നിട്ട് തണുത്ത വെള്ളം മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ടൊമാറ്റോയുടെ ഫ്ലഷ് അധികം വെന്ത് പോവാതിരിക്കാനാണ്. നമുക്കതിൻ്റെ സ്കിന്ന് മാത്രം റിമൂവ് ചെയ്യാൻ വേണ്ടി അല്പം കോൾഡ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്ത ടൊമാറ്റോ നമുക്കിതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് 1/2 ഇഞ്ച് കനത്തിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഹീറ്റ് ഉള്ളൊരു പാനിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ബേ ലീഫ്, ഗാർലിക്, ചോപ്ഡ് ഓണിയൻ എന്നിവയായിട്ട് നമുക്ക് സോട്ട് ചെയ്യാം. ഞാനിത് ഏകദേശം 5 മിനിറ്റോളം സോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഓണിയൻ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് സോസ് നന്നായിട്ട് കുക്ക് ആയിട്ട് വരുന്നുണ്ട്. ഇത് നല്ല വെന്ത് ഉടഞ്ഞ പരുവത്തിലാണ് ടൊമാറ്റോ. അതുപോലെ തന്നെ നമുക്കൊരല്പം വെള്ളം ഒന്നുകൂടെ വറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഇതൊരു സോസ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സീസണിങ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഫയർ സ്ലോ ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഷുഗർ, സോൾട്ട്, ബേസിൽ എന്നിവ ഇട്ട് കൊടുക്കുക.
പുറകെ വിനീഗർ കൂടി ഇട്ട് കൊടുക്കുക. പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്ത് സൈഡിൽ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ടിക്ക കുക്ക് ചെയ്യാം. ചിക്കൻ ടിക്ക നമ്മൾ തണ്ടൂരി ഓവൻ ആവശ്യമില്ല. നമുക്ക് ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രീസ് ചെയ്ത ഒരു പാനിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക, ചെറിയ സ്പേസ് വരത്തക്ക രീതിയിൽ. എന്നിട്ട് നമ്മൾ ഒരു ഹൈ ഹീറ്റിൽ, അതായത് 440 ഫാരൻഹീറ്റിൽ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ഡാർക്ക് കളർ മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 20-25 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. ഇത് കുക്ക് ചെയ്തപ്പോൾ ഏകദേശം 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഓരോ അവൻ്റെതനുസരിച്ച് സമയം അല്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അവൻ ബേക്ക്ഡ് തണ്ടൂരി ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് നമുക്ക് സൈഡിൽ വയ്ക്കാം. പിസ്സ ഡോ ഏകദേശം പകുതി ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റായിട്ടുള്ള പിസ്സയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ഒരു ഫുൾ റെഡ് ഓണിയൻ, ഒരു 1/2 ഇഞ്ച് ക്യൂബ്സായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം അല്ലെങ്കിൽ ഗ്രീൻ പെപ്പർ ക്യൂബ്സായിട്ട് അരിഞ്ഞത്, കുക്ക് ചെയ്ത ചിക്കൻ ടിക്ക, നമ്മൾ റെഡിയാക്കിയ പിസ്സ സോസ്, 2 കപ്പ് മോസറല്ല ചീസ്, പിസ്സയുടെ സീസണിങ്ങിന് വേണ്ടി ചോപ്ഡ് കൊറിയാണ്ടർ, ഒറിഗനോ, ചില്ലി ഫ്ലേക്സ്. ഒരു ഡോയ്ക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോയുടെ 4/1 ഭാഗം എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അല്പം ഫ്ലോർ ഇട്ട് നമ്മളിത് നന്നായിട്ട് റോള് ചെയ്യുക. ഒരല്പം പകുതിയോളം റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നമ്മുടെ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പിസ്സ ഡോ നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ എഡ്ജിൽ ഒരല്പം തിക്നെസ് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഡോക്ക് ചെയ്യുക. ബ്ലിസ്റ്റർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിസ്സ സോസ് എടുത്ത് വെച്ചിരിക്കുന്ന സോസിൽ പകുതിയോളം എടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം പകുതിയോളം ചിക്കൻ ടിക്ക നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യുക. പകുതിയോളം ഓണിയൻ, അതുപോലെ തന്നെ ക്യാപ്സിക്കം എന്നിവ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പകുതിയോളം മോസറല്ല ചീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ഇത് 400 ഫാരൻഹീറ്റിൽ, അതായത് ഹൈ ഹീറ്റിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. ഏകദേശം 15 മിനിറ്റ് മതിയാകും കുക്കാവാൻ. മുകളിലൊരു ചെറിയൊരു ബ്രൗൺ കളർ പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് അടിയിൽ നോക്കാം. കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് സീസണിങ് ഇടാം. ഈ പിസ്സ ഏകദേശം 15 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് റിമൂവ് ചെയ്ത് ടേബിളിൽ വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളതുപോലെ സീസണിങ് നമുക്ക് ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സീസണിങ് ഇടാം. ഇതിൽ ഞാൻ അല്പം ഒറിഗനോ, ചില്ലി ഫ്ലേക്സ്, ചോപ്ഡ് കൊറിയാണ്ടർ അല്ലെങ്കിൽ സിലാൻഡ്രോ ഞാൻ ഇടുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ചൂടോടെ കഴിക്കാം. പിസ്സയോട് താല്പര്യമുള്ള തീർച്ചയായിട്ടും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യേണ്ടതാണ്. എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുക. ബൈ.